നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. നക്ഷത്ര ഫലപ്രകാരം ഈ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അത്രയൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നില്ല. കാരണം കണ്ടമാനം മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗമുള്ളൊരു മാസമാണ്. വളരെ പ്രബലമായിരിക്കുന്ന ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ സമയമുള്ള സമയമാണ്. കാരണം വ്യാഴപ്പിഴവാണ്. അതേപോലെ തന്നെ ഏഴശനിയിൽ തന്നെ ജന്മശനിയാണ്. ശത്രുസ്ഥാനാധിപതിയും ബാധകാധിപതിയും ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നേ കുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന ശരീരത്തിന് ചതവ്, മുറിവ് പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് ശുഭഗ്രഹമായിരിക്കുന്ന ശുക്രനാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാലും അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. 12ാം ഭാവത്തിലാണ് രാഹു. കർമാധിപതി കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലാവസ്ഥയ്ക്ക് യോഗമുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ദേഷ്യം വരിക, ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാകുക, അലസത, നിരാശ, ഓർമ്മക്കുറവ്, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ, കാലിന് വേദന, കാൽപാദത്തിന് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമാണ്. ശത്രുദോഷം നല്ല പ്രബലമായത് കാരണം കൊണ്ട് തന്നെ എന്തിനിറങ്ങിയാലും അതിനൊരു പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ ശത്രുദോഷ പരിഹാരം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ശത്രുദോഷ പരിഹാരം ചെയ്ത് അതേപോലെ തന്നെ സാഹസിക പ്രവർത്തികളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന ഒരു സമയമാണ്, നിൽക്കേണ്ട ഒരു സമയമാണ് ഏപ്രിൽ മാസം. ലഗ്നത്തിൽ നിൽക്കുന്നത് അഗ്നിമാരത യോഗം ചെയ്ത് നിൽക്കുന്ന ചൊവ്വയും ശനിയാണ്. അപ്പോൾ ശരീരത്തിൽ മുറിവ് വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും മേജറായിട്ടുള്ള രോഗാവസ്ഥ, തലവേദന പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. മറവി അതുപോലെയുള്ള വിഷയങ്ങൾക്ക് യോഗമാണ്. കാരണം ബാധകാധിപതി ആയിരിക്കുന്ന ബുധനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മാനസിക പിരിമുറുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ദേഷ്യം എടുത്തയാട്ടം കൂടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ക്ഷീണം, അലസത, അവശമായിരിക്കുന്ന അവസ്ഥകൾ, ഒരു കാര്യത്തിന് ഉന്മേഷമില്ലാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനായിട്ട് യോഗമുണ്ട്. അത് കാരണം ഒരു ശക്തമായിട്ടുള്ള വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട ഒരു മാസമാണ്. കേസ് വരിക അതേപോലെയുള്ള പ്രശ്നങ്ങൾ, അപ്പം പ്രതിസന്ധികൾ കുറച്ച് രൂക്ഷമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നുമൊക്കെ നമ്മൾക്ക് ദോഷം വരാത്ത രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, ഗണപതി ഹോമം ശിവക്ഷേത്രത്തിൽ ചെയ്യുക, ശംഖാഭിഷേകം, നെയ്വിളക്ക്, അഘോര പുഷ്പാഞ്ജലി, സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക, നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യുക. അതേപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും നെയ്വിളക്കും കഴിപ്പിക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. നാഗപൂജയും രാഹുപൂജയും കേതുപൂജയും ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.